ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സുവാർത്ത. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കൂ. চিন্তা করে দেখুন, നിങ്ങളുടെ ജീവകാലം മുഴുവനും আপনার সারা জীবন ধরে നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഉടനെ മാപ്പ് നൽകപ്പെടുന്നതാണ്. আপনি জীবনে যখনই যাই করুন না কেন সঙ্গে সঙ্গে ক্ষমা পেতে। ദൈവത്തിന് നിങ്ങളോട് കോപമാണെന്ന് ഒരു ദിവസം പോലും നിങ്ങൾ കരുതരുത്. আপনি সারা দিন কাটাবেন না একটা দিনও যে ঈশ্বরকে আদৌ ক্ষমা করবেন। നിങ്ങൾ പറയണം, ക്ഷമിക്കണം ദൈവമേ, അങ്ങയുടെ മാപ്പ് നൽകൽ ഞാൻ സ്വീകരിക്കുന്നു. বলেন, প্রভু আমি দুঃখিত এবং আপনি ক্ষমাকে গ্রহণ, അങ്ങയുടെ ക്ഷമിക്കൽ ഞാൻ സ്വീകരിക്കുന്നു. তোমার ক্ষমাকে গ্রহণ করছি। എന്നാൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ യേശുവിൽ സഹോദരന്മാർക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ, বাইবেল কি বলে জানেন? যদি খ্রিস্টেতে আপন ভ্রাতাকে তুমি ক্ষমা না, ദൈവത്തിന് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാനാവും. তাহলে ঈশ্বর তোমাদের পাপ ক্ষমা করিতে পারিবেন না। ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗമുണ്ട്. ঈশ্বর যখন আমাদের কিছু দেন তখন আমাদের কিছু দায়িত্ব রয়েছে। യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് আমি നൽകും. তোমাকে ক্ষমা করব। മാപ്പ് നൽകപ്പെട്ടതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട് ও ഇവിടെ? আমি আনন্দিত তুমি আমাকে ক্ষমা করছো। നിങ്ങൾ അതിൽ അതിയായി സന്തോഷിക്കുന്നുണ്ടാവും. നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടതിൽ എത്ര പേർ যদি സന്തോഷിക്കുന്നു? ঈশ্বর আপনার পাপ ক্ষমা করেন വളരെ നല്ല. তাহলে চিন্তা করুন, നിങ്ങൾ മാപ്പ് ലഭിച്ചതിൽ যদি আপনি സന്തോഷിക്കുന്നെങ്കിൽ ক্ষমা পেয়েছেন বলে আনন্দিত, ദിവസവും ആ മാപ്പ് നൽകൽ നിങ്ങളിലൂടെ ഒഴുക്കാൻ സന്നദ്ധരാവേണ്ടതാണ്. তাহলে প্রতিদিন সেই ক্ষমা যেন আপনার জীবন থেকে প্রবাহিত হতে থাকে। അത് നമ്മുടെ ചുമതലയാണ്. এইটাই আমাদের দায়িত্ব। നിങ്ങളിലേക്കും നിങ്ങളിലൂടെ, আপনার দ্বারা এবং আপনার মাধ্যমে, നിങ്ങളിലേക്കും നിങ്ങളിലൂടെയും. আপনার প্রতি এবং আপনার দ্বারা। ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു তিনি അനുഗ്രഹമാക്കും. বলছেন, আমি তোমাকে আশীর্বাদ করব এবং আমি তোমাকে আশীর্বাদের আকর করব। നിന്നെ അനുഗ്രഹിക്കും, আপনার প্রতি আশীর্বাদ, നിന്നിലൂടെ আপনার അനുഗ്രഹിക്കും. দ্বারা আশীর্বাদ। ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും, നീ മറ്റുള്ളവർക്ക് ആ കരുണ കാണിക്കുമെന്ന് ഞാൻ আমি പ്രതീക്ഷിക്കുന്നു. তোমাকে দয়া প্রদর্শন করব এবং আশা করব তুমিও লোকেদের প্রতি দয়া প্রদর্শন করবে। ദൈവം നമുക്ക് നൽകുന്നത് എല്ലാറ്റിന്റെയും ഒരു ഭാഗം മറ്റുള്ളവർക്ക് നൽകപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. যা কিছু ঈশ্বর আমাদেরকে দান, ঈশ্বর আশা করেন আমরা তার অংশ অন্যদেরকে দেব। നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ আর যদি আমরা এটা না করি, നമ്മൾ കെട്ടിക്കിടക്കുന്ന ജലമാവുന്നതാണ്. তাহলে আমরা সেই কুয়োর মতো হব যা জল বয়ে যায় না। ദൈവം നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളും যা কিছু ঈশ্বর আমাদের দিয়েছেন നമ്മിൽ തന്നെ കെട്ടിക്കിടക്കുന്നതാണ്. এটা আমাদের মধ্যেই জমা হয় അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും এবং ഉണ്ടാവില്ല. এটার মধ্যে আর কোনো ভালো কিছু থাকে না। ദൈവത്തോടുള്ള നടത്തത്തിൽ ചിലതെന്നെ സഹായിച്ചിട്ടുണ്ട്. ঈশ্বরের সঙ্গে গমনাগমনে একটা বিষয় আমাকে সাহায্য করে। അത് നിങ്ങളോട് പങ്കിട്ടാൽ നിങ്ങൾക്കും അത് സഹായകമാകുമെന്ന് আর വിശ്വസിക്കുന്നു. আজকে যদি রাত্রে আমি এটা আপনাকে জানাই, আপনারও সাহায্য। പലപ്പോഴും ദൈവവചനത്തിൽ ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാണും. ঈশ্বর তার বাক্যে আমাদের কি করতে বলেছেন আমরা অনেক সময় দেখি, എന്നിട്ട് ചിന്തിക്കും, ദൈവമേ ഇത് മഹാകഠിനമാണ്. কিন্তু বলি প্রভু এটা তো খুব কঠিন কাজ। എന്നോട് മോശമായി പെരുമാറിയവരോട് ക്ഷമിക്കണമെന്ന് എന്തിനാണ് അങ്ങ് പറയുന്നത് ദൈവമേ? প্রভু যে আমার প্রতি এত অন্যায় আচরণ করেছে তুমি কেন তাকে ক্ষমা করতে বলছো? ദൈവമേ ഇതൊട്ടും ശരിയല്ല, প্রভু এটা তো ঠিক নয়, ഇത് ന്യായമല്ല. এটা সঠিক নয়। എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നവയെല്ലാം, যা কিছু ঈশ্বর আমাদের করতে বলেন, ദൈവം നമ്മോട് ചെയ്യാൻ যা പറയുന്നത് কিছু എല്ലാം ঈশ্বর আমাদের করতে বলে, നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യാൻ പറയുന്നത്. তিনি চান আমাদের উপকারের জন্যই সেটা করতে। അവൻ നമ്മോട് ആവശ്യപ്പെടുന്നവയെല്ലാം ঈশ্বর যা কিছু আপনাকে করতে, നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് আপনার ചെയ്യാൻ লাভের പറയുന്നത്. জন্য നമ്മുടെ এবং തലമുറയ്ക്കായിട്ടാണ്, আপনার জীবনের জন্য, നമ്മുടെ আপনার കുടുംബത്തിനായിട്ടാണ്. গৃহের জন্য। കാരണം നിങ്ങൾ ശരിയായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മക്കളെ যা അനുഗ്രഹിക്കും. কিছু আপনি ভালো কাজ করেন তার আশীর্বাদ আপনার সন্তানেরা পায়। നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം നിങ്ങളുടെ മക്കൾ আপনি വേദനിക്കും. যা অন্যায় করেন তার ক্ষতি আপনার সন্তানদের হতে পারে। നിങ്ങളിൽ ക്ഷമിക്കാനാവായ്മ যদি আপনি നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ক্ষমাহীনতার জীবন যাপন করছেন, നിങ്ങൾ ദുഃഖവും നിരാശയും കയ്പും നിറഞ്ഞ മാതാപിതാക്കളായി. আপনি এমন একজন মা বাবা হবেন যার জীবন দুঃখে, কষ্টে এবং নিরাশায় ভরা। എന്നാൽ നിങ്ങൾക്ക് മാപ്പ് ലഭിച്ച് നിങ്ങൾ മാപ്പ് যদি കൊടുക്കുമ്പോൾ আপনি ক্ষমা গ্রহণ করেন এবং অন্যকে ক্ষমা দান করেন, മക്കൾക്ക് നിങ്ങൾ വലിയ ഉദാഹരണങ്ങളാകും. ছেলে মেয়েদের কাছে আপনি ভালো দৃষ্টান্ত হবেন। അവർ നിങ്ങളുടെ സന്തോഷവും സ്വാതന്ത്ര്യവും আপনি കാണും. দেখবেন যে আপনার ছেলেমেয়েরা আপনার জীবনে স্বাধীনতা এবং നിങ്ങളുടെ ജീവിതത്തിലെ ശക്തി আপনার കാണും. জীবনে ক্ষমতা তারা দেখতে পাবে। നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ ഉദാഹരണവും കാണും. আপনাকে তারা একটা সিদ্ধান্ত রূপে এবং അത് അവരുടെ ജീവിതത്തിൽ അവരെ സഹായിക്കും. তাদের জীবনে এটা তাদেরকে সাহায্য করবে। ദൈവത്തിനൊരു വലിയ സ്തോത്രം അർപ്പിച്ചു. ঈশ্বরকে হাততালি দিয়ে প্রশংসা দিন। ആദ്യത്തെ കാരണം ദൈവം അത് പറഞ്ഞതാണ്. প্রথম কারণ যেহেতু ঈশ্বর বলেছেন, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവത്തോട് അനുസരണം കാണിക്കാൻ നമ്മൾ എല്ലാവരും പഠിക്കണം. আমাদের ভালো লাগুক আর না লাগুক আমাদের ঈশ্বরের বাক্যের বাধ্য হতে হবে।
യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ তিনি বলতে അനുസരിക്കും. তুমি যদি আমাদেরকে ভালোবাসো তোমরা আমার বাধ্য হইবে। യേശു ഇങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ তিনি বলেননি സ്നേഹിക്കുമെന്ന്. তোমরা যদি আমার বাধ্য হও আমি তবে তোমাদেরকে ভালোবাসবো। ദൈവത്തിന്റെ സ്നേഹം സമ്പാദിക്കാൻ അവനെ আমরা അനുസരിക്കേണ്ടതില്ല. এই জন্য বাধ্য হই না যে আমরা ঈশ্বরের, അവന്റെ স্നേഹം സൗജന്യദാനം. তিনি বিনামূল্যে প্রেম দেন, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം അനുസരണയോടെ പ്രതികരിക്കുന്നു. কিন্তু তিনি ভালোবেসেছেন তাই আমরা সাড়া দিয়ে তার বাধ্য হই। ദൈവം എനിക്കായി ചെയ്തതെല്ലാം കണ്ട ശേഷം എങ്ങനെയാണ് അവനെ അനുസരിക്കാൻ ഞാൻ এত ഇഷ്ടപ്പെടാതിരിക്കുക? কিছু করার পরে ঈশ্বর আমাদের জীবনে আমরা কেন অন্যকে ক্ষমা করব না? അനുസരിക്കാൻ ആദ്യത്തെ കാരണം ദൈവം അനുസരിക്കണം എന്ന് പറഞ്ഞതാണ്. আর যেহেতু ঈশ্বর বলেছেন তাই প্রথম কারণ এই জন্যই আমরা এটা করব। നിങ്ങളുടെ ജീവിതത്തിനായുള്ള ഒരു നല്ല വചനം ഞാൻ আপনার പറയാം. জীবনের একটা ভালো শাস্ত্রাংশ আমি দিচ্ছি। യോഹന്നാൻ 2:5. যোহন তার 2:5 അവൻ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യൂ. তিনি তোমাদিগকে যাহা করিতে বলেন তোমরা করো। അവൻ എന്തു പറഞ്ഞാലും അത് ചെയ്യുക. তিনি তোমাদিগকে যাহা করিতে বলেন, അത് കഠിനമല്ല. এটা কঠিন কাজ নয়। ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നത്, আপনার হৃদয়ে ঈশ্বর যা কিছু বলেন, ദൈവവചനത്തിൽ നിങ്ങൾ എന്ത് আপনি കണ്ടാലും ঈশ্বরের বাক্যে যা কিছু দেখেন അത് ചെയ്യൂ. করুন, പറയൂ, ചെയ്യുക. করুন। പറയൂ, ഞാനത് ചെയ്യും. আপনি বলুন আমি করব, বলুন। ക്ഷമിക്കാനുള്ള രണ്ടാമത്തെ കാരണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം আর പ്രവർത്തിക്കില്ല. দ্বিতীয় কারণ কেন আপনি ক্ষমা করবেন, ক্ষমা করলে আপনার বিশ্বাস বৃদ্ধি পাবে। മാപ്പ് കൊടുക്കൽ സ്നേഹത്തിൽ നടക്കുന്നതിന്റെ আর এটা ഫലമാണ്. হচ্ছে একটা প্রেমের ফল। നിങ്ങൾ ജനങ്ങളെ സ്നേഹിച്ചാൽ അവരോട് കോപിക്കാൻ സാധിക്കില്ല. আপনি যদি লোকেদেরকে ভালোবাসেন আপনি তাদের প্রতি ক্রুদ্ধ হতে পারেন না। ഇത് നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവവചനത്തിൽ വിശ്വാസവും സ്നേഹവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. জানি না এটা আপনি বুঝেছেন কিনা, প্রেম এবং বিশ্বাস একসঙ্গে সংযুক্ত। പൗലോസ് സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും আর കണ്ടു. সাধু পৌল যখন চিঠি লিখছেন তিনি বলতেন তোমাদের বিশ্বাস এবং, നിങ്ങൾ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർന്നുകൊണ്ടിരിക്കണമെന്ന് ഞാൻ আমি പ്രോത്സാഹിപ്പിക്കുന്നു. চাই আপনারা প্রেমে এবং বিশ্বাসে ক্রমান্বয়ে বৃদ্ধি পান। സ്നേഹം ശക്തിയാണ്. প্রেমের মধ্যে শক্তি আছে। നമ്മൾ ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടാൻ നമുക്ക് തോന്നില്ല. আমরা যখন লোককে ভালোবাসি আমরা রেগে থাকতে পারি না তাদের উপরে। സ്നേഹം നമ്മോട് ക്ഷമിക്കാൻ പറയും. প্রেমের দাবি এটা যেন আমরা অন্যকে ক্ষমা করি। ഈ സന്ദേശം എത്ര ഗൗരവമുള്ളതാണെന്ന് അറിയേണ്ടത് സർവ്വപ്രധാനമാണ്. আমাদের এই বাণীটা যে কত গুরুত্বপূর্ণ এটা আমাদের উপলব্ধি করতে হবে। ഞാൻ ഏത് രാജ്യത്ത് പോയാലും, আমি যে কোনো দেশে যাই, ഞാൻ അവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഈ സന്ദേശം നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. আমি যখন সেখানে থাকি কোনো না কোনো সময় এটা আমি প্রচার করি। മാപ്പ് കൊടുക്കുന്നതിൽ മെച്ചപ്പെടണം എന്ന് നിങ്ങൾ പഠിക്കാൻ ഞാൻ, যদি ক্ষমার উত্তমতা আপনি না শিখতে পারেন അത് നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തും. তাহলে আপনার জীবনকে এটা থামিয়ে দেবে। നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാവില്ല. পরিকল্পনা যে আপনার জীবনে আছে ওটা থেমে যাবে। അതിനാൽ നിങ്ങൾക്കൊരു സഹായം তাই ചെയ്യും. নিজের প্রতি একটা দয়া প্রদর্শন করুন മാപ്പ് കൊടുക്കൂ. এবং ক্ষমা করুন। നിങ്ങൾക്കൊരു സമ്മാനം നൽകാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. আমি চাই যে আপনি আজকে অন্যের প্রতি ক্ষমা প্রদর্শনের ভাব প্রকাশ করুন। നിങ്ങൾ പറയണം, ഞാൻ എനിക്ക് നൽകിയ ഏറ്റവും മികച്ച സമ്മാനം നൽകാൻ പോവുകയാണ്. আমি আমাকে একটা শ্রেষ্ঠ দান দিতে চাই, এটা কি না আমি অন্যকে ক্ষমা করব। ഞാൻ കോപിച്ചിട്ടുള്ളവരോടെല്ലാം ക്ഷമിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിൽ ഇനി ദേഷ്യപ്പെട്ടിരിക്കാനുള്ള പ്രായമില്ലെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. হ্যাঁ, এখন হয়তো আমি খুব বৃদ্ধ হয়ে গেছি, এই সিদ্ধান্ত নেওয়ার জন্য আমি অনেক ক্ষমা করতে চাই। കുറെ വർഷങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ട് പാഴാക്കി. আমার জীবনে অনেক বছর আমি নষ্ট করেছি, ഇനി ബാക്കിയുള്ള ജീവിതം പാഴാക്കാൻ എനിക്കിഷ്ടമല്ല. আর আমি নষ্ট করতে রাজি নয় জীবনের সময়। ഇപ്പോഴും എനിക്ക് ദേഷ്യപ്പെടാം, এখনো আমি রেগে উঠতে পারি, പക്ഷേ അതിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ അധികം কিন্তু സമയമെടുക്കില്ല. এটাকে ভুলে যেতে আমার বেশি সময় লাগে না। ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് আমি ഞാൻ চাই ആഗ്രഹിക്കുന്നു. ঈশ্বর আমার জীবনে কাজ করুন। പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം എന്ന് ആഗ്രഹിക്കുന്നു. আমি যখন প্রার্থনা করি আমি চাই ঈশ্বর আমার প্রার্থনার উত্তর দিন। പക്ഷേ ബൈബിൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, বাইবেল বলে যখন তুমি প্রার্থনা করিবে, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ, যখন প্রার্থনার জন্য দাঁড়াবে, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, তোমার কারো বিরুদ্ধে কোনো কথা যদি থাকে, എന്ത് തന്നെയാണെങ്കിലും എന്നാണ് അർത്ഥം. আসুন সমস্ত কিছু নিয়ে আসি। നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ কারো বিরুদ্ধে যদি কোনো কথা থাকে അവരോട് ക്ഷമിച്ച് ক্ষমা করে দাও, മറന്നേക്കൂ, ছেড়ে দাও, വിട്ടേക്കൂ, ফেলে দাও, അത് മറന്നേക്കൂ. এটাকে যেতে দাও। അപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന কোন കേൾക്കും. ঈশ্বর তোমার প্রার্থনার উত্তর দেবেন? ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഫലിക്കുകയില്ല. যদি ক্ষমা না করেন আপনার বিশ্বাসের কোনো ফল দেখবেন না। ദൈവം എനിക്ക് സംസാരിക്കാനുള്ള വരം നൽകിയിട്ടുണ്ടെന്ന് ഞാൻ আমি വിശ്വസിക്കുന്നു. মনে করি ঈশ্বর এক মহাদান আমাকে দিয়েছেন যেন আমি সুন্দর বাক্য প্রচার করতে। ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വളരെ പ്രാക്ടിക്കലായി ദൈവവചനത്തെ അറിയിക്കാനുള്ള ശക്തി ദൈവം আমি തന്നിട്ടുണ്ട്. ঈশ্বর আমাকে এই দান দিয়েছেন যেন ব্যবহারিকভাবে ঈশ্বরের বাক্যকে আমি প্রচার করি যাতে লোকেরা সহজে বুঝতে পারে। ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും ദൈവവചനം അറിയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. আমি বিশ্বাস করি আমরা পৃথিবীর সেই অবস্থার মধ্যে বাস করছি যখন প্রতিটি সৃষ্টির কাছে ঈশ্বরের বাক্য প্রচার করার, ഇന്ന് ലോകത്ത് ടെലിവിഷൻ, റേഡിയോ, টেলিভিশনের দ্বারা, রেডিওর দ্বারা, ഇന്റർനെറ്റ്, ইন্টারনেটের দ্বারা,
ফেসবুকের দ্বারা, টুইটারের দ্বারা, എന്നിങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോണിക് മീഡിയകൾ যত നിലവിലുണ്ട്. রকমের ইলেকট্রনিক মিডিয়া আছে সবকিছু দিয়ে ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും ഇന്ന് ഇലക്ട്രോണിക് മീഡിയ മൂലം നമുക്ക് സുവിശേഷം അറിയിക്കാൻ আর സാധിക്കും. মূলত এই মুহূর্তে পৃথিবী নামক গ্রহে যত লোক যেখানে রয়েছেন সকলের কাছে আমরা সুসমাচার, അതിൽ പങ്കെടുക്കാൻ ദൈവം എനിക്കൊരു സന്ദർഭം നൽകിയിട്ടുണ്ട്. ঈশ্বর আমাকে যুক্ত করেছেন এই মহাকার্য। എന്റെ ജീവിതത്തിലുള്ള ദൈവിക ശക്തിയെ എന്റെ കോപവും കയ്പും കൊണ്ട് আর আমি চাইবো না শয়তান আমার জীবন থেকে സാത്താൻ മോഷ്ടിക്കാൻ ഞാൻ তিক্ত അനുവദിക്കില്ല. এবং ক্রুদ্ধ রেখে ഞാൻ আমি এটা കോപിച്ചുകൊണ്ടിരിക്കില്ല. করতে দেব না শয়তানকে। ആരെങ്കിലും എനിക്കെതിരായി എന്ത് ചെയ്താലും ഞാൻ ഉടനെ যে അവർക്കായി মুহূর্তে പ്രാർത്ഥിക്കും. একজন ব্যক্তি আমার বিরুদ্ধে যায় আমি তার জন্য প্রার্থনা করি। എന്നെക്കുറിച്ച് ആരെങ്കിലും പത്രത്തിൽ നുണകൾ എഴുതിയാൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കും. যখন লোকেরা আমার বিরুদ্ধে মিথ্যে কথা সংবাদপত্রে লেখে আমি ক্ষমা করে দিই। ഒരിക്കൽ ലഞ്ച് കഴിക്കുമ്പോൾ എന്നെക്കുറിച്ച് ആരോ മോശമായി സംസാരിക്കുന്നത് ഒരാൾ കേട്ടു. একবার একজন লোক খেতে গেছে আর শুনছে যে কয়েকজন লোক আমার ഓ, അവരെന്നെ তারা കളിയാക്കുകയാണ്. আমাকে নিয়ে মজা করছে। എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ച ആ വ്യക്തിയുടെ കൂടെ ഞങ്ങൾ ബിസിനസ് ചെയ്തിരുന്നു. এমন একটা লোক যে মজাটা করছে যার সঙ্গে আমাদের একটা ব্যবসায়িক সম্পর্ক ছিল। ആ ബിസിനസ് മുഖേന അവർ ധാരാളം പണം സമ്പാദിച്ചിരുന്നു. আমাদের সঙ্গে ব্যবসা করার মধ্যে দিয়ে ওই লোকটা কিন্তু খুব লাভবান হয়েছে। അയാൾ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചെന്ന് കേട്ട നിമിഷം ഞാൻ വല്ലാതെ ദേഷ്യപ്പെടുകയുണ്ടായി. আর যখন লোকে এসে আমাকে বললো ওই লোকটাই তোমার বিরুদ্ধে অনেক খারাপ কথা বল, ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങളോടൊത്ത് ബിസിനസ് ചെയ്യാൻ ഞാൻ അയാളെ അനുവദിക്കില്ല. বললাম ঠিক আছে এবার আমি ওর সঙ্গে কোনো ব্যবসা করব না। എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ച അയാൾ ഞാൻ കാരണം പണം സമ്പാദിക്കേണ്ട. আর যদি তারা আমার বিরুদ্ধে এরকম কথা ভাবে, അന്ന് രാത്രി ഞാൻ വല്ലാതെ আমি അസ്വസ്ഥയായി. সমস্ত রাত ব্যথিত ছিলাম। ഞാൻ അയാളോട് ഇങ്ങനെ ചെയ്യും, ഞാൻ അയാളോട് ഇങ്ങനെ സംസാരിക്കും. আমি সারা রাত ভাবলাম എന്നെക്കുറിച്ച് സംസാരിച്ചാലുള്ള আমি അനുഭവം তাদেরকে എന്താണ്? কথা বলবো, അയാളെ അറിയിക്കും എന്ന് കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു. চাইবো যেন তারা জানে যে তারা কি বলেছে আমি শুনেছি। എന്നാൽ ദൈവം പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, നീ അങ്ങനെയൊന്നും ചെയ്യാനോ আর പറയാനോ ঈশ্বর আমার പോകുന്നില്ല. আত্মা বলে এই কোনো কাজ তুমি করবে না, നീ ഇതാണ് ചെയ്യാൻ പോകുന്നത്. এই কাজ তুমি করবে। അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച് ഒരു സമ്മാനമായി তুমি তাদের জন্য প্রার্থনা করবে এবং তাকে একটা উপহার পাঠাবে। അവർക്കായി പ്രാർത്ഥിച്ച് ഒരു സമ്മാനമായി প্রার্থনা করব তাদেরকে উপহার দিব। അതാണ് എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞ ഉടൻ ഞാൻ അത് ചെയ്യുമെന്ന് കിടക്കയിൽ വെച്ച് എനിക്ക് আমি മനസ്സിലായി. জানি যে এটা ঈশ্বর বলেছেন, যে মুহূর্তে আমি বুঝেছি এটা আমাকে করতেই হবে, അപ്പോൾ എന്റെ മുഖത്തൊരു പുഞ്ചിരി പടർന്നു. আমার বিছানায় শুয়ে শুয়ে আমার মুখে হাসি বেরিয়ে এলো। ഞാൻ ജയിച്ചു എന്ന് എനിക്ക് আমি മനസ്സിലായി. জানি যে তখন আমি বিজয়ী হলাম, കാരണം അവരെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് ഞാൻ വാതിൽ തുറന്നു কারণ കൊടുക്കണം. ঈশ্বর চাইলেন আমি যেন ঈশ্বরের দ্বার খুলে দিই তাদের জীবনে কাজ করতে। നമ്മൾ മാപ്പ് കൊടുക്കുന്ന സമയത്ത് যখন আপনি সত্যি ক্ষমা করেন നമ്മെ വേദനിപ്പിച്ചവർ, আর আপনি বোঝেন അവർ നമ്മോട് എന്താണ് ചെയ്തത്, എങ്ങനെ പെരുമാറി എന്നതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. যে আপনাকে আঘাত করেছে সে হয়তো আদৌ জানেই না সে কি অন্যায় করছে। പലപ്പോഴും ജനങ്ങൾ നമ്മോട് എന്താണ് ചെയ്തതെന്നതിനെ കുറിച്ച് നാം കൂടുതൽ വ്യാകുലപ്പെടാം. অনেক সময় আমরা খুব চিন্তিত হয়ে যাই লোকেরা আমাদের প্রতি কি করছে, അവർ അവർക്ക് എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഓർക്കുന്നതേയില്ല. কিন্তু তারা যে নিজের কি ক্ষতি করছে সেটা বুঝি না। എന്റെ പിതാവ് എന്നോട് വളരെ ക്രൂരത കാണിച്ചു. ও এই বিষয়গুলো আমার বাবা আমাকে বলেননি, അദ്ദേഹം സ്വയം അതിനേക്കാൾ ക്രൂരത കാണിച്ചു. কিন্তু সে তো বেশি ক্ষতি নিজের করেছে, തന്റെ ജീവിതം সে നശിപ്പിച്ചു. তার জীবনকে ধ্বংস করেছিল। എന്റെ അമ്മയുടെ ജീവിതം সে നശിപ്പിച്ചു. আমার মায়ের জীবন নষ্ট করেছে, എന്റെ ജ്യേഷ്ഠന്റെ ജീവിതം সে আমার നശിപ്പിച്ചു. ভাইয়ের জীবন নষ্ট করেছিল। അദ്ദേഹത്തിന് സന്തോഷമോ സമാധാനമോ ഇല്ലായിരുന്നു. কোনোদিন শান্তি ছিল না, কোনো আনন্দ ছিল না। ജീവിതാവസാനം വരെ അതൊന്നുമില്ലായിരുന്നു. জীবনের শেষ প্রান্তে এসে ഉണ്ടായ സംഭവങ്ങളിൽ ചിലത് ഞാൻ പറയാം. এমন একটা ঘটনা ঘটলো আজকে আমি বলতে চাই। എന്റെ മാതാപിതാക്കൾക്ക് വയസ്സായി 100-നും മൈൽ അകലെയാണ് അവർ താമസിച്ചിരുന്നത്. আমার মা বাবা বৃদ্ধ বৃদ্ধা তারা কয়েক মাইল দূরে আমাদের কাছ থেকে থাকতেন। അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. তাদের স্বাস্থ্যের সমস্যা ছিল। ഞാനൊരു നല്ല ക്രിസ്ത്യാനിയെ പോലെ അവരോട് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു. আমি আক্ষরিকভাবে ঠিক তাদেরকে ক্ষমা করেছিলাম। എങ്കിലും അവരെ കാണാൻ വർഷത്തിൽ 2-3 പ്രാവശ്യം ചില আর മണിക്കൂറുകൾ বছরে ഞാൻ মাত্র ചിലവാക്കി. 2-3 ঘন্টার জন্য কোনো কোনো সময় আমি তাদের কাছে যেতাম। എന്നെങ്കിലും അവരെ വിളിച്ച് ചെറുതായിട്ട് ഞാൻ സംസാരിക്കും. আর কোনো কোনো বিশেষ বিশেষ সময়ে আমি তাদের কাছে যেতাম এবং তাদের সঙ্গে কথা বলতাম। ഞാൻ ത്യാഗങ്ങൾ ചെയ്യുകയായിരുന്നു, യഥാർത്ഥത്തിൽ স্নেഹത്തിൽ നടന്നിരുന്നില്ല. আমি সত্যিকারের প্রেমে কিছু তাদের প্রতি করতাম না, কিন্তু যেটুকু করণীয় দায়িত্ব করতাম। കാരണം ഞാൻ ചെയ്തതെല്ലാം പ്രതിഷേധത്തോടെയാണ് আমি ചെയ്തത്. যা কিছু করতে চাইতাম আমার মনের মধ্যে আমি বাধা পেতাম। അവർക്ക് ജീവിക്കാൻ വേണ്ടത്ര പണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡേവും ഞാനും അവർക്ക് മാസം തോറും তাদের പണം যথেষ্ট അയച്ചു. অর্থ ছিল না, তাই প্রতি মাসে আমি এবং ডেভ আমার স্বামী তাকে অর্থ পাঠাতাম। ഞാനത് ചെയ്യുന്നതിൽ ശരിക്കും അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു. আর এটা করার জন্য আমি তো মনে মনে একটু গর্বই, കാരണം എന്റെ സഹായത്തിന് അവർ യോഗ്യരല്ലെന്ന് ഞാൻ আমি കരുതി. মনে মনে ভাবতাম আমার সাহায্য পাওয়ার তো তারা যোগ্যই না।
പക്ഷേ ഒരു ദിവസം ഞാൻ একদিন പ്രാർത്ഥിക്കുമ്പോൾ আমি প্রার্থনা করছিলাম, എന്റെ മാതാപിതാക്കളെ കുറിച്ച് ദൈവം എന്നെ আমি সকালে ഓർമ്മിപ്പിച്ചു. প্রার্থনা করছি, ദൈവവുമായി സമയം আমি ചെലവാക്കിയപ്പോൾ ঈশ্বরের সঙ্গে সময় কাটাচ্ছি। ദൈവം എന്റെ മാതാപിതാക്കളെ കുറിച്ച് ഹൃദയത്തിൽ আমার തോന്നിപ്പിച്ചു. মনে হলো ঈশ্বর আমার মা বাবাকে আমার হৃদয়ে দিলেন। ഈ ചിന്ത എന്നിൽ അതിശക്തമായി വളർന്നു. খুব কঠোর ভাবে এই চিন্তাটা আমার হৃদয়ে এলো, നീ താമസിക്കുന്ന പട്ടണത്തിലേക്ക് നീ അവരെയും കൊണ്ടുവരണം. যে শহরে তুমি বাস করছো তোমার মা বাবাকে সেখানে আনো, നിങ്ങളുടെ അയൽപക്കത്ത് തന്നെ വീട് তোমার വാങ്ങി কাছে একটা বাড়ি কিনে দাও, എന്നിട്ട് മരണം വരെ അവരുടെ കാര്യങ്ങൾ നോക്കണം. যতদিন না তারা মৃত্যুবরণ করছেন তাদের যত্ন নাও। ഞാൻ പറഞ്ഞു സാത്താനാണ് അത് തോന്നിപ്പിക്കുന്നത്. আমি মনে মনে বললাম ওটা শয়তানের স্বর, ദൈവം എന്നോടത് ചെയ്യാൻ പറയില്ല, അത് സാത്താന്റെ വേലയാണ്. ঈশ্বর কখনো এই কথা আমাকে বলতে পারেন না, এটা শয়তানের কাজ। ഞാൻ അത് ചെയ്യുകയില്ല. আমি এই কাজ করতে পারবো না, അങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങൾ আমি ശ്രദ്ധിച്ചു. নিজের কাজে চলে গেলাম। നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ ദൈവം നമ്മോട് എന്തിനെ കുറിച്ചെങ്കിലും പറയുമ്പോൾ അവൻ അത് തന്നെ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടേ. যখন ঈশ্বর কোনো কথা সত্যি আপনাকে বলতে চান তিনি বারে 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 একই কথা অনেকবার বলেন। ദൈവം പറയുന്നത് നാം അനുസരിക്കുന്നത് വരെ അവൻ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടോ? ঈশ্বর এতক্ষণ বলতে থাকেন যতক্ষণ না আপনি তার কথা শুনছেন। പറയൂ. അത് തന്നെയാണ് ദൈവം എന്നോടും ചെയ്തത്. তিনি আমার প্রতি তাই করলেন। ഒടുവിൽ ഞാൻ കരുതി ഡേവിന് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു നോക്കാം. അദ്ദേഹം വേണ്ടെന്ന് പറയുകയാണ്. আমি ভাবলাম যে এবার ডেভকে আমি জিজ্ঞেস করি আমার স্বামীকে, সে নিশ্চয়ই বলবে দরকার নেই। ഞാൻ ഡേവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണം. আমার স্বামী বললেন যদি ঈশ্বর তোমাকে বলে থাকেন তাহলে এই কাজ তো আমাদের করতেই হবে। ഞാൻ കരുതി আমি বললাম പിന്നീട് കൂടുതൽ വിലയില്ലാത്ത ഒരു ചെറിയ വീട് വാങ്ങി അവരെ അവിടെ താമസിപ്പിക്കാം എന്ന് ഞാൻ കരുതി. আমি মনে করলাম একটা সস্তায় বাড়ি কিনে দেবো আর ওখানে ওরা থাকবে, চলে যাক। ദൈവം പറഞ്ഞു അല്ല, നല്ലൊരു വീട് വാങ്ങി ঈশ্বর বলে না না একটা ভালো বাড়ি কিনে দাও, അവർക്കൊരു കാർ വാങ്ങി তাদেরকে একটা গাড়ি দাও അവർക്ക് ഫേർണിച്ചേഴ്സ് വാങ്ങി আর নতুন নতুন আসবাবপত্র দাও। കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ലതൊന്നും അനുഭവിക്കാൻ কিন্তু കഴിഞ്ഞിട്ടില്ലല്ലോ. তাদের জীবনে, কারণ তারা জীবনে কখনো কিছু ভালো জিনিস ഞാൻ ചോദിച്ചു എന്തിനതൊക്കെ ഞാൻ ചെയ്യണം, എനിക്ക് വേണ്ടി അവരൊന്നും প্রভু ചെയ്തിട്ടില്ലല്ലോ. তারা তো আমার প্রতি ভালো কিছুই করেননি, আমি কেন তাদের প্রতি করব? ദൈവം ചോദിച്ചു നീ ജീവിച്ചിരിപ്പില്ലേ? তুমি তো শ্বাস নিচ্ছ তাই না? അവരിലൂടെയല്ലേ നിനക്ക് ജീവൻ তোমাকে കിട്ടിയത്? স্বাভাবিক জীবন তারা দিয়েছেন। നീ വേദനിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നിന്നെ হ্যাঁ তুমি സൗഖ്യമാക്കി. আঘাতপ্রাপ্ত হয়েছো কিন্তু আমি তোমাকে সুস্থ করেছি। അവരെ പരിപാലിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. আমি চাই তুমি তাদের যত্ন নাও। ശരി, ദൈവം പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രവർത്തിച്ചു. যা আমাদের বলেছিলেন আমরা করলাম। 3 വർഷം കടന്നുപോയി, അച്ഛൻ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല. যা কিছু আমরা করলাম তার জন্য কোনো পরিবর্তন বাবা। മനോഹരമായ ഒരു വീട്ടിൽ ദുഷ്ടനായ ഒരു മനുഷ്യൻ. আমার বাড়ি পেয়েও তার মনটা কিন্তু অতি সংকীর্ণ ছিল। ഒരിക്കൽ ഞാൻ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, একবার আমি কেঁদে কেঁদে ঈশ্বরকে বললাম ദൈവമേ, ഞാൻ ലോകമെങ്ങും ജനങ്ങളെ രക്ഷിക്കാൻ പ്രവർത്തിക്കുമ്പോൾ എന്റെ അച്ഛൻ നരകത്തിലേക്ക് പോകുന്നത് ഞാൻ আমি കാണുന്നു. বললাম প্রভু সারা বিশ্ব ঘুরে আমি দেখছি লোকেরা পরিত্রাণ পাচ্ছে আর আমার বাবার পরিত্রাণ হবে না। എനിക്കതൊരു സമ്മാനമായി നൽകണമേ আমি യേശു. বললাম প্রভু এটা আমাকে তুমি, എന്റെ അച്ഛന്റെ ഹൃദയം എനിക്ക് আমি വേണം. চাই আমার বাবার আত্মা। ഏകദേശം 3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ আর 3 বছর হয়ে গেল। ഒരു ദിവസം രാവിലെ അമ്മ വിളിച്ചു, നിന്റെ അച്ഛൻ 3 ആഴ്ചകളായി കരയുകയാണ്, നീ ഇവിടെ വരണം, നിന്നോട് അദ്ദേഹത്തിന് আমার মা സംസാരിക്കാം. বলল তোমার বাবা বিগত 3 সপ্তাহ কাঁদছেন, তুমি এসো তোমার বাবার সঙ্গে কথা বলো। അപ്പോഴേക്കും എനിക്ക് എന്റെ പ്രായം 60 വയസ്സാകാറായിരുന്നു. তখন প্রায় আমার বয়স 60 বছরের কাছাকাছি। അച്ഛന് 83-ഉം. আমার বাবার বয়স 83 বছর। എന്നോട് ക്ഷമിക്കണമെന്ന് അതുവരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. জীবনে কখনো একবারও এতদিনে তিনি আমাকে দুঃখ প্রকাশ। ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ നോക്കി അദ്ദേഹം കരയാൻ যখন തുടങ്ങി. আমি তার বাড়িতে গেলাম তিনি আমাকে দেখে কাঁদতেন। അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ ചെറുപ്പകാലത്ത് നിന്നോട് ചെയ്തതിനെല്ലാം എനിക്ക് മാപ്പ് തരണമേ. তিনি আমাকে বললেন তোমাকে দেখে আমি বলতে চাইছি যে আমি তোমার, അച്ഛൻ പറഞ്ഞു, നിന്നെ വേദനിപ്പിച്ചതിന് എന്നോട് আমি তোমাকে ക്ഷമിക്കണം. আঘাত করেছি, আমি দুঃখিত। നിന്റെ കുടുംബത്തിനെ വേദനിപ്പിച്ചതിന് আমি তোমার ക്ഷമിക്കണം. পরিবারকে দুঃখ দিয়েছি, আমি দুঃখিত। നിനക്ക് എന്നോട് তুমি কি ക്ഷമിക്കാനാവുമോ? কখনোই আমাকে ক্ষমা করতে পারবে? എന്നിട്ട് അദ്ദേഹം എന്റെ ഭർത്താവിനോട് നോക്കി പറഞ്ഞു, ഡേവ് എന്നോട് আর তিনি ക്ഷമിക്കണം. আমার স্বামীর দিকে তাকে বললেন ডেভ আমি দুঃখিত। അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റു പുരുഷന്മാരായിരുന്നെങ്കിൽ എന്നെ കുറിച്ച് അറിയുമ്പോൾ എന്നെ আর കൊല്ലുമായിരുന്നു. আপনি জানেন বেশিরভাগ লোক তিনি যেভাবে জানতেন আমাকে হত্যা করতেন। പക്ഷെ നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാതെ സ്നേഹിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. আর তুমি আর কিছু করনি কিন্তু সর্বদা আমাকে ভালোবেসেছো। കണ്ടോ, ചിലരോട് ഉടമ്പടികളില്ലാത്ത സ്നേഹമാണ് കാണിക്കേണ്ടത്. আর কিছু কিছু লোকে আপনার নিঃশর্ত ভালোবাসা দেখাতে হবে। നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉടമ്പടികളില്ലാത്ത സ്നേഹം കാണിച്ചെന്ന് എത്ര പേർ কতজন വിശ്വസിക്കുന്നു? বিশ্বাস করেন ঈশ্বর আপনার প্রতি নিঃশর্ত প্রেম প্রদর্শন করেছেন? হাত। അവന്റെ മാപ്പ് നാം അർഹിക്കുന്നില്ല. তার ক্ষমা পাওয়ার যোগ্যতা আমাদের ছিল না, അവന്റെ ദയ നാം അർഹിക്കുന്നില്ല. তার দয়া পাওয়ার যোগ্যতা আমাদের নেই, പക്ഷേ അവനത് നമുക്ക് কিন্তু তিনি നൽകി. আমাদের দিয়েছেন। എനിക്ക് എന്ത് ലഭിച്ചോ അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് അവൻ আমি പ്രതീക്ഷിക്കുന്നു. যা পেয়েছি তিনি আশা করেন আমিও যেন অন্যকে তাই দিই।
അന്ന് എന്റെ അച്ഛൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. সেই দিন আমার বাবা খ্রিস্টকে ত্রাণকর্তা রূপে গ্রহণ করলো। 10 ദിവസം കഴിഞ്ഞ് വെള്ളത്തിൽ സ്നാനമേറ്റു. 10 দিন পরে আমরা তাকে জলে বাপ্তিস্ম দিলাম। അതിനുശേഷം 3 വർഷം അദ്ദേഹം ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഞാൻ আর കണ്ടു. আমি 3 বছর দেখলাম যে তার জীবন ദൈവത്തിന് സ്തോത്രം. জোরে ঈশ্বরকে প্রশংসা দিই। എന്തൊരു ശക്തമായ কি സംഭവം. শক্তিশালী গল্প। നാം ശത്രുക്കളോട് ക്ഷമിച്ച് ദൈവം നമ്മോട് കാണിച്ച അർഹതയില്ലാത്ത കരുണ അവരോട് আপনি যদি കാണിച്ചു. আপনার শত্রুদেরকে ক্ষমা করেন আপনি অবাক হয়ে যাবেন ঈশ্বর কি মহান কাজ করতে পারেন। ദൈവം നിങ്ങളുടെ ശത്രുക്കളിൽ പ്രവർത്തിക്കുന്നത് കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടും. ঈশ্বর যে নিঃশর্ত দয়া আপনার প্রতি প্রদর্শন করেছেন আপনি তাদের প্রতি করুন। ഇങ്ങനെ പ്രവർത്തിക്കാൻ സന്നദ്ധരായ ആരെങ്കിലും ഇവിടെ কেউ ഉണ്ടോ? কি রাতে আছেন এই কাজ করতে চান? হাত দেখি আপনার। അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കൈവീശു. করতে চান আপনার হাত নাড়ান। എങ്ങനെ ക്ഷമിക്കണമെന്ന് പഠിക്കുന്നത് വളരെ কি പ്രധാനമാണ്. করে ক্ষমা করতে হয় আমাদের শিখতে হবে। സാത്താനോട് എതിർത്ത് ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞ আমি বিশ্বাস করি যখন এই কাজ আমি করলাম അതിശക്തമായ കാര്യങ്ങളിൽ ഒന്നാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. আর শয়তানের বিরুদ্ধে এইটাই সব শক্তিশালী কাজ যা ঈশ্বর আমাকে দিয়ে। അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രി വളരെ വിപുലമായി ഏറ്റവും വലിയ വളർച്ച പ്രാപിച്ച് അഭിവൃദ്ധിപ്പെട്ടു എന്ന് ഞാൻ আর വിശ്വസിക്കുന്നു. আমি বিশ্বাস করি যে তারপর থেকেই আমাদের পরিচর্যার কাজে ঈশ্বর প্রচুর আশীর্বাদ করলেন। മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സഹായിക്കാൻ അതെനിക്ക് വാതിൽ തുറന്നു. আর এরপরে ঈশ্বর আমার জন্য অনেক দ্বার খুলে দিলেন অনেক লোককে সাহায্য করা যা। ഞാൻ പറയുന്നത് ദയവായി കേൾക്കൂ. দয়া করে আমার কথা শুনুন। ഞാൻ വളരെ ദൂരെ നിന്നാണ് നിങ്ങൾക്ക് ദൈവവചനം കൊണ്ടുവന്നിരിക്കുന്നത്. আমি দীর্ঘ পথ অতিক্রম করে ঈশ্বরের বাণী আপনার জন্য এনেছি। ഇവിടെ വരണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ আমি വന്നത്. এখানে এসেছি কারণ আমি এখানে আসতে চেয়েছি। ഞാൻ പ്രസംഗിക്കാൻ സ്ഥലം അന്വേഷിക്കുകയല്ല. আমি একটা জায়গা খুঁজে বেড়াচ্ছি না যে কোথায় প্রচার করব। ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളോട് അരമണിക്കൂർ കൊണ്ട് টিভিയിലൂടെ എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും. আমি আধ ঘন্টায় টেলিভিশনে এর থেকে অনেক বেশি সংখ্যক লোককে প্রচার। പക്ഷേ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിചാരപ്പെടുന്നുണ്ടെന്ന് അറിയിക്കാൻ কিন্তু আমি এখানে সেই কথা বলতে চাই যে আপনার জন্য আমরা ভাবি। ഞാൻ 7 പ്രാവശ്യം ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നത് കൊണ്ടാണ്. আমরা ভারতবর্ষে আমার 7 বার আসা হলো কারণ ভারতবাসীদের জন্য আমার চিন্তা রয়েছে। നിങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കണമെങ്കിൽ যেভাবে আমি সাহায্য করতে চাই আমি সাহায্য করতে পারবো না। ദൈവം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കായി അവൻ എങ്ങനെയുള്ള ദൈവിക ജീവിതമാണ് আর এই কথা শুধু যদি বলি ঈশ্বর আপনাকে ভালোবাসেন অবশ্যই তিনি ভালোবাসেন കരുതിയിരിക്കുന്നത് എന്നും പറയാൻ എനിക്ക് এবং സാധിക്കും. আপনার জন্য ঈশ্বরের কত সুন্দর এক পরিকল্পনা রয়েছে অবশ্যই তা রয়েছে। ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കണം എന്നും ഞാൻ പറയുന്നു. কিন্তু আমাকে এটাও আপনাকে বলতে হবে যদি আপনি ঈশ্বরের শ্রেষ্ঠ দান পেতে চান তাহলে অন্যকে ক্ষমা। ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾ ക്ഷമിക്കണം. এই রাত্রে এখানে বসে আপনার তাকে ক্ষমা করতে হবে। ഈ സ്ഥലം വിടുന്നതിന് മുൻപ് നിങ്ങൾ ക്ഷമിക്കണം. এই ময়দান ছেড়ে যাওয়ার আগেই আপনি তাকে ক্ষমা করুন। നിങ്ങൾക്ക് ആരോടെങ്കിലും മനസ്സിൽ വിദ്വേഷമുണ്ടെങ്കിൽ এখানে যদি কেউ রয়েছে যার প্রতি আপনার আক্রোশ রয়েছে ഏതെങ്കിലും പുരോഹിതൻ മറ്റൊരു പുരോഹിതനോട് এখানে কোনো ദേഷ്യപ്പെട്ടുണ്ടെങ്കിൽ পালক রয়েছেন যিনি অন্য পালকের প্রতি খুব রেগে আছেন നിങ്ങൾക്കും മറ്റാർക്കെങ്കിലും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ আপনার প্রতি যদি আরেকজনের সঙ্গে কোনো সংঘাত আছে നിങ്ങൾക്കൊരു സഹായം ചെയ്യും. আপনি নিজের প্রতি একটা দয়ার কার্য করুন। ആ വ്യക്തിയോട് ചെന്ന് പറയൂ എന്നോട് ക്ഷമിക്കണം. আপনি তার কাছে গিয়ে বলুন দয়া করে আমাকে ক্ষমা করুন നമുക്കിടയിൽ ഒരു വഴക്കും ഉണ്ടാവാൻ যেন പാടില്ല. আমাদের মধ্যে আর কোনো সংঘাত না থাকে। നിങ്ങൾ ഇന്ന് ഇവിടം വിടുമ്പോൾ തികച്ചും സ്വതന്ത്രനായി আজকে রাত্রে নিশ্চিত হয়ে ময়দান ছেড়ে যান ഇവിടെ നിന്നും പോകുമെന്ന് നിങ്ങൾ যেন ഉറപ്പാക്കും. আপনি একটা মুক্ত পুরুষ নারী হয়ে যেতে পারেন। നിങ്ങൾക്കൊരു സഹായം নিজের ചെയ്യും. প্রতি একটি দয়ার কার্য করুন। അത് മറന്നേക്കൂ. যেতে দিন, അത് വിട്ടേക്കൂ. ছেড়ে দিন, അവസാനിപ്പിക്കും. ফেলে দিন, എന്നിട്ട് അതിൽ നിന്ന് കടക്കൂ. এখান থেকে দূরে সরে যান സ്വതന്ത്രരാവും. এবং মুক্ত হয়ে যান। এবং സ്വതന്ത്രരാവും. মুক্ত হয়ে যান, സ്വതന്ത്രരാവൂ. হয়ে যান। നിങ്ങളോട് ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന സഹായമായിരിക്കും. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക. ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ നിങ്ങൾക്കായി ഉപകാരം ചെയ്യുകയായിരിക്കും. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.
ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.